BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഉടുമ്പൻചോലയിൽ എം മണിക്ക് സീറ്റില്ല. പേരാവൂരിൽ കെ ശൈലജ, തലശ്ശേരിയിൽ കാരായി രാജൻ. ഉടുമ്പൻചോലയിൽ എം മണിക്ക് സീറ്റില്ല. കെ ജയചന്ദ്രൻ സ്ഥാനാർത്ഥിയാകും. കണ്ണൂർ പേരാവൂരിൽ കെ ശൈലജ തന്നെ CPIM സ്ഥാനാർത്ഥി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയും, കോഴിക്കോട് പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനും മത്സരിക്കും. തലശ്ശേരിയിൽ കാരായി രാജനെ തന്നെ മത്സരിപ്പിക്കുവാൻ CPIM സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. സീമാവിന്റേത് ഉൾപ്പെടെ 15 ട്രാൻസ്ജെൻഡേഴ്സ് BJPയിലേക്ക് അംഗത്വം നൽകി രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡേഴ്സ് BJPയിലേക്ക് പാർട്ടി അംഗത്വം നൽകി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത്, ഭരതനാട്യം കലാകാരി അദ്രിജ തുടങ്ങിയവരാണ് അംഗത്വമെടുത്തത്. നിരവധി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അംഗത്വമെടുത്തു. ആകെ 15 പേർ അംഗത്വമെടുത്തു. മാരാർജി ഭവനിൽ വെച്ചായിരുന്നു ചടങ്ങ്. ഇറാൻ യുദ്ധത്തിൽ CPIMും കോൺഗ്രസും അമേരിക്കയ്ക്കെതിരെ നിലപാടെടുത്തു. എത്ര കാലമായി ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ ജോലിക്ക് പോകുന്നു. എന്നാൽ GCC രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ അക്രമത്തിൽ മുഖ്യമന്ത്രിക്കും കോൺഗ്രസിനും ഒന്നും പറയുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രി കണ്ഠരര് രാജീവർ EDക്ക് മുൻപിൽ ഹാജരായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർ ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ഹാജരായി. EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ വെച്ചാണ് തന്ത്രിയെ ചോദ്യം ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്യൽ. സമൻസ് പ്രകാരം മാർച്ച് 4-ാം തീയതി ഹാജരാകുവാനാണ് ആവശ്യപ്പെട്ടത്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയിലാണ് ED. N. വാസു അടക്കം 5 പേരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ ചോദ്യം ചെയ്തത്. വീണ ജോർജ് ആറന്മുളയിൽ മത്സരിക്കും. ഒഴിവാക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആറന്മുളയിൽ മത്സരിക്കും. ഒഴിവാക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളി. വീണ ജോർജിന്റെ ഭർത്താവായിരുന്നു ഈ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ഈ ആവശ്യം CPIM നിരാകരിച്ചു. വീണ ജോർജ് ആറന്മുളയിൽ മത്സരിക്കുവാനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. ഈ ഘട്ടത്തിലാണ് ഭർത്താവ് മത്സരത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന് മുൻപിൽ വച്ചത്. വീണ ജോർജിന് 3-ാം തവണയും അവസരം നൽകുവാനാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. സാങ്കേതിക നടപടിക്രമങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്. കുടുംബപരമായ കാര്യങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭർത്താവ് ജോർജ് ജോസഫ് CPIMനെ സമീപിച്ചത്. സംസ്ഥാന, ജില്ലാ, ഏരിയ നേതാക്കളോടാണ് ജോർജ് ഫോണിലൂടെയും ചിലരോട് നേരിട്ടും വാക്കാൽ ആവശ്യപ്പെട്ടത്. പരമോന്നത നേതാവ് ആരായാലും വധിക്കും. എവിടെ ഒളിച്ചാലും അയാളെ ഉന്മൂലനം ചെയ്യും ഇസ്രായേൽ. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ് ആരായാലും വധിക്കുമെന്ന് ഇസ്രായേലിന്റെ ഭീഷണി. പരമോന്നത നേതാവിന്റെ പേര് എന്തായാലും അയാൾ എവിടെ ഒളിച്ചാലും അയാളെ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ്. അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാനിലെ ഭരണകൂടത്തെ തച്ചു തകർക്കുമെന്നും കട്സ് പറഞ്ഞു. ഇറാനിയൻ ജനതയ്ക്ക് ഭരണകൂടത്തെ പുറത്താക്കുവാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും കട്സ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. TVKയെ തടയുവാൻ DMKയും ADMKയും തമ്മിൽ രഹസ്യധാരണ വിമർശിച്ച് വിജയ്. DMKയെയും MK സ്റ്റാലിനെയും വിമർശിച്ച് TVK അധ്യക്ഷൻ വിജയ്. പ്രചാരണ യോഗങ്ങളിൽ ആളെ കുറയ്ക്കുവാൻ DMK ശ്രമിക്കുന്നു. അഴിമതി മാത്രം ചെയ്യുന്ന DMK വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറയുന്നു. TVKയെ തടയുവാൻ DMKയും ADMKയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നും വിജയ് പറഞ്ഞു. അഴിമതി മാത്രം ചെയ്യുന്ന DMK വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറയുന്നു. പ്രഗത്ഭനായ കരുണാനിധിക്ക് പോലും അതിന് സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ MK സ്റ്റാലിനെ കൊണ്ട് സാധിക്കുമെന്ന് വിജയ് ചോദിച്ചു. TVKയെ തടയുവാൻ പരമാവധി കുറ്റം പറഞ്ഞ് അണ്ണാ DMKയും അതിനായി ശ്രമിക്കുന്നു. പ്രചാരണ യോഗങ്ങളിൽ ആളെ കുറയ്ക്കുവാൻ SOP പ്രഖ്യാപിച്ച് DMK ശ്രമിക്കുന്നുവെന്നും വിജയ് ആരോപിച്ചു. 63 വർഷം നീണ്ട CPIM അംഗത്വം ഉപേക്ഷിക്കുന്നുവെന്ന് G. സുധാകരൻ. അനുനയിപ്പിക്കുവാൻ CPIM ജില്ലാ സെക്രട്ടറി ഫോണിൽ വിളിച്ചെങ്കിലും എടുത്തില്ല. G. സുധാകരനെ അനുനയിപ്പിക്കുവാൻ CPIM. G. സുധാകരനോട് സംസാരിക്കുവാൻ പാർട്ടി നേതൃത്വം. ജില്ലാ സെക്രട്ടറി R. നാസർ G. സുധാകരനോട് സംസാരിക്കും. ഫോണിൽ വിളിച്ചെങ്കിലും സുധാകരൻ എടുത്തില്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് G. സുധാകരൻ വ്യക്തമാക്കി. പിന്നീട് സംസാരിക്കാമെന്ന് കുടുംബം അറിയിച്ചു. നാളെ പറവൂരിലെ വീട്ടിൽ വാർത്താസമ്മേളനം വിളിച്ചു. കൂടുതൽ പ്രതികരണം നാളെ ഉണ്ടാകും. പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി G. സുധാകരൻ രംഗത്തെത്തിയിരുന്നു. CPIM മെമ്പർഷിപ്പ് പുതുക്കില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലെത്തിയ ശേഷം ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. പൊതുപരിപാടികളിൽ അവഗണിച്ചു.
എം വി ഗോവിന്ദൻ താൻ പരിഗണന അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. എം വി ഗോവിന്ദന്റേത് ശരിയല്ലാത്ത പ്രയോഗമാണ്. പാർട്ടി സെക്രട്ടറി കളിയാക്കി ചിരിച്ചു, ആരും തിരുത്തിയില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.